നമസ്കാരം. ഗൾഫ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസികൾക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. കേരളത്തെയും ഗൾഫ് നാടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കപ്പൽ സർവീസ് എന്നത് ഏറെക്കാലത്തെ ഒരു ആവശ്യമായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു നിർണായക ചുവടുവെപ്പ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് ഗൾഫിലേക്കും തിരിച്ചുമുള്ള കപ്പൽ സർവീസ് നടത്തുന്നതിനായി താൽപ്പര്യമുള്ള കക്ഷികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേരളത്തിലെ മാരിടൈം ബോർഡ്. കഴിഞ്ഞ വർഷം നവംബറിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും നോർക്ക റൂട്ട്സും കേരള മാരിടൈം ബോർഡും തമ്മിൽ നടത്തിയ സംയുക്തമായ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു പദ്ധതിക്ക് കേന്ദ്രാനുമതി നൽകിയത്. ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷനും മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലും തങ്ങളുടേതായ ഒരു പങ്ക് ഈ പദ്ധതിക്കായി വഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു പദ്ധതിയുടെ പ്രധാന മേന്മയെന്നത് പോക്കറ്റ് കാലിയാവാതെ യാത്ര ചെയ്യാം എന്നുള്ളതാണ്. 10,000 രൂപയാണ് യാത്രാ ചിലവായി കണക്കാക്കിയിരിക്കുന്നത്. 10,000 രൂപയുടെ ഒരു ടിക്കറ്റിന് 200 കിലോഗ്രാം ലഗേജും കൊണ്ടുപോകാം. അടിക്കടി വർദ്ധിച്ചു വരുന്ന വിമാന ചാർജിൽ നട്ടം തിരിയുന്ന മലയാളിക്ക് ഇതൊരാശ്വാസമാണ്. പിന്നെ ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് തന്നെ 3 ദിവസം മാറ്റിവെക്കേണ്ടതായി വരും. സമയത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാവുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ടൂറിസം മേഖലയ്ക്കും ഇത് നിർണായകമായ ഒരു ചുവടുവെപ്പായിരിക്കും. കേരളത്തിലെ വിവിധ തുറമുഖങ്ങളായ ബേപ്പൂർ, വിഴിഞ്ഞം, കൊല്ലം, അഴീക്കൽ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം സർവീസ് നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. കപ്പൽ സർവീസ് നടത്താനായി അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ഏപ്രിൽ 22 ആണ്. അനുയോജ്യരായ അപേക്ഷകരെ കിട്ടുകയാണെങ്കിൽ ഒരു 6 മാസത്തിനകം സർവീസ് നടത്താൻ കഴിയുമെന്നാണ് കേരള മാരിടൈം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പുതിയ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം. താങ്ക്